സ്കൂളിൽ നേരിട്ട കളിയാക്കലുകളും ലൈംഗിക ചുവ കലർന്ന പരിഹാസങ്ങളും സഹിക്കാൻ വയ്യാതെ 9 വയസ്സുകാരി ജീവൻ ഒടുക്കി. അങ്ങനെയാണെങ്കിൽ ഞാൻ എപ്പോഴും ചാവേണ്ട സമയം കഴിഞ്ഞു. ഞാൻ എപ്പോ സ്കൂളിൽ ചേർന്നു അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഈ പരിഹാസങ്ങളും തേങ്ങാക്കൊലയും ഒക്കെ. കാരണം തടി. ഈ ഒടുക്കത്തെ വണ്ണം കാരണം കുറേ അനുഭവിച്ചിട്ടുണ്ട്. സ്കൂളിൽ ഫ്രണ്ട്സ് ഇല്ല, അവരുടെ ഒരു ഒടുക്കത്തെ കളിയാക്കലുകളും ഒറ്റപ്പെടുത്തലും. ടീച്ചേഴ്സിനോടൊക്കെ പറഞ്ഞിട്ട് നോ ഉപകാരം. അതങ്ങനെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് നന്നായാലല്ലേ പിള്ളേർ നന്നാവത്തുള്ളൂ. ഞാൻ UKG പഠിക്കുമ്പം ആഗ്രഹിച്ചൊരു ഡാൻസിന് ചേർന്നു. ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ പ്രിൻസിപ്പൾ നോക്കി നിൽപ്പുണ്ടായിരുന്നു. അവരെന്നെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞു, ക്ലാസ്സിൽ പോകാൻ. എന്നോട് മാത്രം, വേറെ ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ ക്ലാസ്സിൽ പോയി. പക്ഷെ എന്റെ കൂടെ ഡാൻസ് പ്രാക്ടീസിനുണ്ടായിരുന്ന പിള്ളേരൊന്നും കുറെ നേരമായിട്ടും ക്ലാസ്സിലോട്ട് വന്നിട്ടില്ല. സോ ഞാൻ വീണ്ടും പോയി പ്രാക്ടീസ് നടക്കുന്നിടത്തൊന്ന് പോയി നോക്കി. അപ്പോൾ ആ പ്രിൻസിപ്പൾ എന്നെ വഴക്ക് പറഞ്ഞ് ഓട്ടിച്ചിട്ടു. പക്ഷെ ഞാൻ നോക്കിയപ്പോഴെന്താ, ഞാൻ നിന്നിരുന്ന സ്ഥാനത്ത്, എന്റെ സ്ഥാനത്ത് ഒരു മെലിഞ്ഞ് ക്യൂട്ടായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കൊച്ചിനെ അവിടെ നിർത്തിയിട്ടുണ്ട്. CBSE സ്കൂളല്ലേ, ക്യൂട്ട് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള പിള്ളേരെ പിടിക്കത്തണ്ടായിരിക്കത്തുള്ളായിരിക്കും. ഇതൊന്നും ഒരിക്കലും മറക്കത്തില്ല. ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, വെറും 5 വയസ്സുണ്ടായിരുന്ന എനിക്കത് എത്രത്തോളം വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഞാൻ UKG തന്നെ പഠിക്കുമ്പോൾ കുറെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സേച്ചിമാർ ഞാൻ ക്ലാസിന്റെ വെളിയിലോട്ട് ഇറങ്ങാൻ കാത്തിരിക്കും. എന്തിനാ? എന്നെ ഉപദ്രവിക്കാൻ. 3ഓ 4ഓ സേച്ചിമാർ ഞാൻ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കിനും എന്റെ ചുറ്റിനും ഇങ്ങനെ വന്ന് നിൽക്കും. എന്നിട്ട് അവൻ എന്നെ ഉപദ്രവിക്കും. പിച്ചേ മാന്തയോ അടിക്കുകയോ ഒക്കെ ചെയ്യും. എന്നിട്ട് എന്നെ കുറച്ചെല്ല പേര് വിളിക്കും. എങ്ങോട്ട് അടികൂറിലേ പോകുന്നേ, എങ്ങോട്ട് അടിത്തടിച്ച് പോകുന്നേ, ചിമ്പാൻസി, മത്തങ്ങ്. അതുകൊണ്ടൊന്ന് മുള്ളാൻ പോലും പുറത്തോട്ട് ഇറങ്ങാൻ എനിക്ക് പേടിയായിരുന്നു. പിന്നെ എത്രയാണെന്നും പറഞ്ഞോണ്ടാ ഇതൊക്കെ പിടിച്ചു നിർത്തുന്നേ. ഇതൊക്കെ അവര് മറന്നാലും ഞാൻ മറക്കൂല. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഞാൻ ഇതൊന്നും വീട്ടിൽ പോയി പറയത്തില്ല. കയ്യിൽ എവിടെയെങ്കിലും കറുത്ത് നീലിച്ച പാടുണ്ടെങ്കിൽ അമ്മ ചോദിക്കും ഇതെന്ത് പറ്റിയതാന്ന്. പക്ഷെ ഞാൻ എന്തെങ്കിലും കള്ളം പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. അന്ന് ആ 5 വയസ്സിൽ എനിക്കൊന്ന് മരിച്ചാൽ മതിയായിരുന്നു തോന്നിയിട്ടുണ്ട്. മരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പേടിയാ. ഇപ്പോഴും ഇതിലൊന്നും വലിയ കുറവൊന്നും ഇല്ല. ഞാൻ +2 പഠിക്കുമ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ വരെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഇയാൾക്ക് എന്തുവാണ് ഇത്ര വണ്ണം, ഇയാൾ എന്തോ ഇത്ര വണ്ണം വെക്കുന്നേ. ഞാനതിന് വയറ് നിറച്ച് കൊടുത്തിട്ടുമുണ്ട്. പിന്നെ ഞാനിതൊക്കെ വീട്ടിൽ പോയി പറയുമ്പോൾ അവര് പറയും, പറയുന്നവർ അവിടെ കിടന്ന് പറയട്ടെ, നിന്റെ ദേഹത്ത് കൊള്ളുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറെ മോട്ടിവേഷൻസ് ഒക്കെ തരും. പക്ഷെ എൻ്റെ ഇവിടെ കൊള്ളുന്നുണ്ട്. അതൊക്കെ ഒന്നും അല്ല. വീഡിയോ ലോങ് ആവുന്നതുകൊണ്ട് ഞാൻ ചുരുക്കിയേ പറഞ്ഞിട്ടുള്ളൂ. ഇതുപോലെ എത്ര അനുഭവങ്ങൾ. പിന്നെ ഇപ്പോഴത്തെ എന്റെ മൈൻഡില് പറയുന്നവർ അവിടെ കിടന്ന് പറയട്ടെ നോക്കും. ചെറിയ വിഷമൊക്കെ വരും, പക്ഷെ കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോൾ മാറിക്കും. പണ്ടത്തെ പോലെ മരിക്കാനൊന്നും തോന്നാറില്ല. എനിക്ക് കുറെ ആഗ്രഹങ്ങളുണ്ട്. എല്ലാം ഒന്നും നടന്നില്ലെങ്കിലും കുറച്ചൊക്കെ നടക്കണം. ഞാൻ നടത്തും. അപ്പൊ മരിച്ചാൽ ആർക്കാ പോന്നേ? എനിക്കാ പോന്നേ. പറയുന്നവരവിടെ കിടന്ന് പറയും, നമ്മൾ മെലിഞ്ഞാ കുഴപ്പം, തടിച്ചാ കുഴപ്പം, കറുത്താ കുഴപ്പം, വെളുത്താ കുഴപ്പം, എല്ലാം കുഴപ്പം. ആരും പെർഫെക്റ്റ് അല്ല. പക്ഷെ നമ്മളിൽ തന്നെ കോൺഫിഡൻസ് ആയിട്ടിരിക്കണം. കുറെ വിവരമില്ലാത്ത ടീംസ് ഉണ്ട്, ബോഡി ഷെയിം ചെയ്യാനായിട്ട് മാത്രം നടക്കുന്ന കുറെ ടീംസ്. അതാണ് അവരുടെ വിനോദം. അതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മുടെ ആഗ്രഹങ്ങളും വിഷ് ലിസ്റ്റിലുള്ള എന്തൊക്കെയാണോ അതൊക്കെ നടത്താൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അല്ലാതെ പോയി മരിക്കല്ല വേണ്ടത്. നോട്ട് ദ പോയിന്റ്. പോയി ആത്മഹത്യയൊക്കെ ചെയ്യാൻ നിന്നാൽ ആർക്കാ പോണത്? നിങ്ങൾക്കാണ് പോകുന്നത്.